നമസ്കാരം. കിഷ്കിന്ധാ കണ്ടം 2024 വളരെ ശ്രദ്ധിക്കപ്പെട്ട, വളരെ ചർച്ച ചെയ്യപ്പെട്ട, തിയേറ്ററിൽ വൻ വിജയമായി മാറിയ സിനിമയായിരുന്നു. ആസിഫ് അലി, വിജയരാഘവൻ എല്ലാം അഭിനയിച്ച് ദിൽജിത്ത് അയ്യത്താൻ എന്നൊരു പുതുമുഖ ഡയറക്ടറിൻ്റെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു. ഞാൻ ആ സിനിമ കണ്ടപ്പോൾ അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ, അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്, ഇതെല്ലാം എനിക്ക് വളരെ പുതുമ തോന്നിപ്പിച്ചിരുന്നു. അവസാനമാകുമ്പോൾ വല്ലാത്തൊരു പിരിമുറുക്കം, നമ്മളിങ്ങനെ ഗ്രിപ്പ് ചെയ്യിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ആ പടം കൊണ്ടുവരുന്നത്. ക്ലൈമാക്സിലോട്ട് ആ ചരട് ഇങ്ങനെ അഴിക്കുക അതിൻ്റെ ആ ഒരു ത്രില്ലിങ് മൊമെൻറ്റ്സ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. ആ ഡയറക്ടറിൻ്റെ അടുത്ത സിനിമ എന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ ഒട്ടും തെറ്റിക്കാതെ തന്നെ ഇന്നലെ തിയേറ്ററിൽ റിലീസായ എക്കോ എന്ന സിനിമയുടെ ഒരു കുഞ്ഞു റിവ്യൂ എന്നതിലുപരി എൻ്റെ ഒരു അഭിപ്രായമാണ് സിനിമയെക്കുറിച്ച്. ഈ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് കണ്ടതാണ്. ഇതൊരു ആനിമൽ ട്രയോളജി. ഇതിനു മുമ്പ് ഇറങ്ങിയ 2 സിനിമകൾ, ഒന്ന് കിഷ്കിന്ധാ കാണ്ഡമാണെങ്കിൽ മറ്റൊന്ന് ക്രൈം ഫയൽസ് 2 സീസൺ 2. അതൊരു വെബ് സീരീസ് ആയിരുന്നു, അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ ഓരോ എപ്പിസോഡും നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാനുള്ളൊരു ത്രില്ല് ഉണ്ടാക്കിയിട്ടാണ് അത് ഓരോന്ന് കഴിഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട 3ാമത്തെ ചിത്രമാണ്. ആദ്യത്തേതിൽ നായകളും അങ്ങനത്തെ ബേസ് ചെയ്തിട്ടുള്ള കിഷ്കിന്ധാ ഖണ്ഡത്തിൽ കുരങ്ങനായിരുന്നു. ആ ഒരു കാടിൻ്റെ പശ്ചാത്തലത്തിൽ കുരങ്ങായിരുന്നു അതിനകത്ത് ഒരു മുഖ്യ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്രൈം ഫയലിലോട്ട് വരുന്ന സമയത്ത് പട്ടികളുടെ ആയിരുന്നു. ഈ സിനിമയിലും പട്ടിയാണ് ഒരു വിഷയം എന്ന് വെച്ചാൽ അതിനൊരു ഒരു ഘടകമാണ് ഈ സിനിമയിലൊരു പ്രാധാന്യമുണ്ട് ആ സെക്ഷനിക്ക്. ഇത് വീണ്ടും ഒരു കാടിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ ദുരൂഹത നിറഞ്ഞ ഒരു മിസ്റ്ററി സ്റ്റൈലിലാണ് സിനിമ കൊണ്ടുപോയത്. വളരെ സ്ലോ ആയി തുടങ്ങി പതുക്കെ നമ്മൾ ചിക്കുപെട്ട അല്ലെങ്കിൽ കുരുക്കായി കിടക്കുന്ന ഒരു കയറ്, ആ കുരുക്ക് അഴിക്കെ നമുക്കതിൻ്റെ കിക്ക് കിട്ടുന്നൊരു ഫീലാണ് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത്. അന്യായ മേക്കിംഗ് ആയിരുന്നു. മലയാള സിനിമയിൽ നമുക്ക് നല്ലൊരു ക്വാളിറ്റിയുള്ള സിനിമകൾ തരാനുള്ള ഡയറക്ടർമാരുടെ ലിസ്റ്റിലോട്ട് ദിൽജിത്ത് അയ്യത്താനും വന്നിരിക്കുകയാണ്. അതായത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ആണെങ്കിലും കാടാണല്ലോ, കാടിൻ്റെ അകത്തുള്ള ഓരോ സംഭവങ്ങൾ വളരെ സൈലൻ്റ് ആയിരിക്കുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന BGM, പിന്നെ അതുപോലെ തന്നെ പെർഫോമൻസിലോട്ട് നോക്കുമ്പോൾ അശോകൻ, സീനിയറായിട്ടുള്ള ആളുകളും പുതുമുഖങ്ങളും ഉണ്ട്. അശോകനാണെങ്കിലും വിനീതാണെങ്കിലും അതിൽ തന്നെ സുനിൽ നരേൻ, അച്ഛൻ്റെ അമ്മയിലുള്ള സുനിൽ നരേൻ, ഇവരൊക്കെ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇവർക്കൊന്നും വെറുതെ ഒന്നും ഇവരെ കൊണ്ടിട്ടിട്ടില്ല. അവർക്കൊക്കെ കറക്റ്റ് കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങൾക്കൊക്കെ അതിൻ്റേതായ പ്രാധാന്യം കൂടി കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പടക്കളത്തിലെ നായകനായിട്ടുള്ള, എനിക്ക് ആളുടെ പേര് കിട്ടുന്നില്ല, ആ പയ്യനാണ് ഇതിൽ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മലേഷ്യയിൽ നിന്നൊരു സ്ത്രീയായിട്ട് പടത്തിലുടനീളം ഉണ്ടായിരുന്ന ഒരു അമ്മച്ചിയായിട്ട് അഭിനയിച്ചുള്ള ഒരു മലേഷ്യൻ സ്ത്രീയാണ് തോന്നുന്നത്. അവർക്ക് ഡബ്ബിങ് ഒക്കെ കറക്റ്റായിരുന്നു, നല്ല രസമായിരുന്നു അവരുടെ പെർഫോമൻസ്. എന്താ പറയുക, ചുരുക്കി പറഞ്ഞാൽ എക്കോ ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച്. കാരണം ഈ പറഞ്ഞ പോലെ സൗണ്ട് ഒരു മെയിൻ ഘടകമാണ്. അതുപോലെ തന്നെ വിഷ്വൽ, ഇതൊക്കെ നായികളിനെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ നായികളെ അഭിനയിപ്പിക്കുക എന്നതിലുപരി ഈ ക്യാമറ വർക്ക് എന്ന് പറയുന്നത് എല്ലാം അത്രയും സൂക്ഷ്മമായിട്ട് മനുഷ്യന്മാരെ കൊണ്ട് തന്നെ, മനുഷ്യന്മാർക്ക് ചെയ്യാവുന്ന സംഭവങ്ങളിൽ നിന്നും ഇതിനെല്ലാം ഇങ്ങനെയൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക. അതല്ലെങ്കിൽ കാടിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള ഷൂട്ട് ചെയ്തൊക്കെ വളരെ എനിക്ക് വളരെ എക്സൈറ്റായി തോന്നി കേട്ടോ. മൊത്തത്തിൽ സ്ലോ ആണ്. ഇനിയിപ്പോൾ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഇത് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടമായി. നല്ല പിടിച്ചിരുത്തുന്ന, അടുത്ത് എന്താണെന്ന് അറിയാനുള്ള ടെൻഡൻസി കൂട്ടി ക്ലൈമാക്സിൽ ശരിക്കും ഒരു എക്സ്പ്ലോറേഷൻ എന്ന് പറയും. അത്രയും ഗ്രാൻഡാക്കി. എനിക്ക് കുറേ ഡൗട്ട്സുകളൊക്കെ ഉണ്ട്, ഇല്ലയെന്നല്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ OTTയിൽ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഇനി കുറേ ഡീകോഡിങ്ങും യൂട്യൂബിലൊക്കെ ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് എന്നൊക്കെ വരും. അത്രയും വിഷയങ്ങൾ അതിനകത്ത് കിടക്കുന്നുണ്ട്. നമ്മൾ ഒരു സെക്കൻഡ് പോലും നമ്മൾ മാറിയ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞാൽ കഥയിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ച് പോകും. അപ്പോൾ ഫോക്കസ് തിയേറ്ററിൽ തന്നെ ആയിരിക്കണം. OTT വന്നിട്ട് കാണാമെന്ന് പറഞ്ഞിരുന്നാൽ അവർക്ക് വലിയൊരു തിയേറ്റർ വാച്ച് മിസ്സാവും. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ എനിക്ക് നല്ലൊരു മികച്ച ഒരു സിനിമ കണ്ടതിൻ്റെ ഒരു ഫീലോട് കൂടി തന്നെയാണ് വന്നത്. എക്കോ
ക്ലാസ് മൂവി, നൈസ് മൂവി. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.